കേരളത്തിലിപ്പോൾ പ്രമേഹ രോഗികളുടെ എണ്ണം ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മരുന്നുകൾ പണ്ട് കാലങ്ങളിലും കഴിച്ചിരുന്നു, ഇപ്പോഴും കഴിക്കുന്നുണ്ട്. പ്രമേഹം വന്നാൽ, ഷുഗർ വന്നു കഴിഞ്ഞാൽ ഏത് മരുന്ന് കഴിച്ചാലും ഷുഗർ കംപ്ലീറ്റ് പോകില്ല. ഷുഗർ കൺട്രോൾ ചെയ്യാൻ മാത്രമേ ഈ മരുന്നുകൾ കൊണ്ട് കാര്യമുള്ളൂ. അപ്പോൾ അതിൽ അടുത്ത ഒരു 15 വർഷത്തിനിടയിൽ വന്നിട്ടുള്ള ഒരു അപൂർവമായിട്ടുള്ള ഒരു ഇതാണ് അമൃത്. അമൃത് എന്ന് പറഞ്ഞാൽ സാധാരണ അമൃതല്ല, മുള്ളമൃത് എന്നാണ്. ഇതിൻ്റെ മുകളിൽ മുള്ളുമാതിരി ഇതേമാതിരി ഉണ്ടാവും. അപ്പോൾ ഇത് വിദേശിയാണ് ഇത്. അപ്പോൾ ഈ മുള്ളമൃതിനെ കുറിച്ച് ഒരുപാട് കഥകൾ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചില മാർക്കറ്റുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇത് കെട്ടായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. നമുക്ക് അവിടെ നിന്ന് 100-200 ഉറുപ്പ്യ കൊടുത്ത് കഴിഞ്ഞാൽ ഓരോ കെട്ട് കിട്ടും. ഇത് കൊണ്ടുവന്ന് വീട്ടിൽ നട്ട് വളർത്തി അതും വന്ന് മുകളിലേക്ക് പോകുമ്പോൾ ഇതേമാതിരി മൂത്ത് വരുന്ന സമയത്ത് പറിച്ചെടുത്ത് ഷുഗറുകാർക്ക് കഴിക്കാം, അല്ലാത്തവർക്ക് കഴിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് 1 ഇഞ്ച് നീളത്തിലെടുത്ത് മരത്തുമ്മ വെച്ച് മരം കൊണ്ട് ചതച്ച് അതിനെ ഒരു 4 ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വെച്ച് വൈകുന്നേരം തിളപ്പിച്ച് വെച്ച് പിറ്റേ ദിവസം രാവിലെ എടുത്ത് അത് 4 ഗ്ലാസ് തിളപ്പിച്ച് അത് 3 ഗ്ലാസ്സാക്കി മാറ്റി അത് അരിച്ച് കുടിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഈ 3 ഗ്ലാസ് വെള്ളം ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉള്ള സമയം കൊണ്ട് കുടിച്ച് തീർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷുഗർ 15 ദിവസം കൊണ്ട് 300-400 ഉണ്ടെങ്കിൽ അത് കുറഞ്ഞ് നോർമലിലേക്ക് വരാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞ് 2 ദിവസം 3 ദിവസമൊക്കെ ഇത് കഴിക്കാതിരുന്ന് വീണ്ടും കൂടുതലുണ്ടെങ്കിൽ മാത്രമേ ഇടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഈ മുള്ളമൃത് കഴിക്കുന്ന സമയത്ത് അത് മറ്റ് ഗുളികകളോ ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തണം. ഇല്ലെങ്കിൽ അതും ഇതും കൂടെ ചെന്നാൽ നിങ്ങളുടെ ശരീരത്തിലെ ഷുഗറിൻ്റെ അംശം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നടക്കാൻ പറ്റില്ല, തലയിട്ട് വരും ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ചെയ്യേണ്ടത് വെച്ചാൽ ഷുഗർ ശരീരത്തിൽ നിന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പോകുന്ന സമയത്ത് കയ്യിൽ 1-2 മിഠായി കയ്യിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷുഗർ കുറഞ്ഞു എന്ന് തോന്നിയാൽ ആ മിഠായി വായിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ആ ഷുഗർ പഴയതിലേക്ക് കുറേശ്ശെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് മുള്ളമൃത് എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഈ മുള്ളമൃതിൻ്റെ ഒരു കഥ നിങ്ങൾ കണ്ണൂരുള്ളൊരു ഷുഗർ സുധാകരനെ പറ്റി ഒരുപാട് വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും. കാണാത്തവർ അപൂർവമായിരിക്കും. വീഡിയോ കണ്ടിട്ടുണ്ട്, അതിനെ കുറച്ച് പത്രങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അയാൾ വിദേശത്ത് നിന്നുകൊണ്ട് നാട്ടിലോട്ട് വരുന്നതിൻ്റെ കാരണം അയാളുടെ ശരീരത്തിലെ ഷുഗർ കൂടി കാല് മുറിച്ച് കളയാൻ വേണ്ടിയാണ് അയാൾ വന്നത്. അപ്പോൾ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അയാളുടെ മാമൻ ഒരാൾ സിംഗപ്പൂരുണ്ടായിരുന്നു, അയാൾ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, നീ കാലൊന്നും മുറിച്ച് കളയാൻ വരട്ടെ, അതിന് നമുക്ക് എൻ്റെ ഒരു മരുന്നുണ്ട്, ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ കൊണ്ടുവന്ന സാധനമാണ്, വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന സാധനമാണ് ഈ മുള്ളമൃത്. ഇപ്പോൾ അമൃതിൽ ചിറ്റമൃത്, കാട്ടമൃത്, മുള്ളമൃത്, 3 അമൃത് പുതുമുഖമാണ്. അപ്പോൾ ചിറ്റമൃതും കാട്ടമൃതുമാണ് ഇതിനു മുമ്പ് ഉപയോഗിച്ചിരുന്നത്. അത് കാട്ടിലുണ്ടാവുന്നതിനെ കാട്ടമൃതെന്നും വീടുകളിൽ വളർത്തുന്നതിനെ ചിറ്റമൃതെന്നുമാണ്. അതും അമൃത് കൊണ്ട് മരുന്നുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ് പണ്ട് കാലങ്ങളിൽ. ഇപ്പോൾ അത് കിട്ടാനില്ല, രണ്ടും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുള്ളമൃതിൻ്റെ കാലമാണ് ഇപ്പോൾ. അപ്പോൾ ഇത് അങ്ങേര് പറഞ്ഞ്, നീ ഒരു കാര്യം ചെയ്യേ, ഇത് ഞാനൊരു മുള്ളമൃത് കൊണ്ടുവന്നിട്ടുണ്ട്, അത് നീ കുറച്ച് ദിവസം കഴിക്കുക, എന്നിട്ട് നോക്കാമെന്ന് പറഞ്ഞു. ആ മാമൻ കൊടുത്ത മുള്ളമൃത് കഴിച്ച് അയാളുടെ ഷുഗർ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അയാളത് കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് ആ സമയത്ത് ഇതിന് വലിയ ഡിമാൻഡായിരുന്നു. 500 രൂപ വരെ ഒരടിക്ക് വില വന്നിരുന്നു. അപ്പോൾ ഇയാൾ കൃഷി ചെയ്ത് ഒരുപാട് ഉണ്ടാക്കി. ഇയാളുടെ വീട്ടിൽ ആളുകൾ വന്ന് ഇത് മുള്ളമൃത് വാങ്ങിക്കൊണ്ടുപോയി കഴിക്കാൻ തുടങ്ങി. ആളുകളുടെ ഷുഗർ മാറാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരിതിൽ അയാളൊരു കാശുകാരനായിട്ട് മാറി. കാലും മുറിച്ച് കളയാൻ വേണ്ടി വിദേശത്തു നിന്ന് വന്ന ആൾ ഈ മുള്ളമൃത് അയാളുടെ കാലും രക്ഷപ്പെടുത്തി അയാൾക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് പൈസ കിട്ടി. ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പം ഞാൻ ഇത് അയച്ചു കൊടുക്കുന്നുണ്ട്. 300 രൂപയൊക്കെ 500 രൂപ വരെ വാങ്ങിയിരുന്ന സാധനം 40-50 ഉറുപ്പ്യക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതേ വണ്ണുള്ളത് നമ്മൾ 1 അടി 1.5 അടി ഇതേമാതിരി ഒക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ നട്ട് വളർത്തി കഴിഞ്ഞാൽ മരത്തിലേക്ക് കയറിപ്പോകുള്ളൂ. പിന്നെ ഇതിന് ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മുറിക്കുകയും ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിൽ അതിൻ്റെ
വെള്ളം പെട്ട് കഴിഞ്ഞിരുന്നുണ്ടെങ്കിൽ നല്ലോണം കൈ കഴുകാണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നല്ല കയ്പ്പ് വരും. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കയ്പ്പ് കൂടും. അതുകൊണ്ട് ഇത് കൈ നന്നായിട്ട് കഴുകിയിട്ട് വേണം ഇത് ചെയ്യുക. അപ്പോൾ മുള്ളമൃത്, ചിറ്റമൃത്, കാട്ടമൃത്, മൂന്നമൃത്തിൽ ഈ അമൃത് മാത്രമാണ് ഞാനിവിടെ കൃഷി ചെയ്യുന്നതും ആളുകൾക്ക് കൊടുക്കുന്നതും അയച്ചു കൊടുക്കുന്നതും. ഇത് തന്നെ നിങ്ങൾക്ക് ഒരടി നീളത്തിലെടുത്ത് നട്ട് കഴിഞ്ഞാൽ അതുമൊന്ന് ഇഷ്ടംപോലെ ഉണ്ടായിക്കോളും. അപ്പോൾ ഇതേമാതിരി വണ്ണം ഒന്ന് ഒരുപാട് ഉണ്ടായാൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, കിളുന്ത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ മുള്ളമൃതിനെ കുറിച്ച് ഉള്ള ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.